ഐക്യജനാധിപത്യ മുന്നണിയോട് കൂറുള്ള ഒരാൾ പോലും ഈ സന്ദർഭത്തിൽ പുറകിൽ നിന്ന് കുത്താനുണ്ടാവില്ല. എല്ലാവരും ഒരുമിച്ചേ നിൽക്കൂ. ഇതിപ്പോൾ മാണി വിഭാഗം ജോസഫ് വിഭാഗം എന്നുള്ളതല്ലല്ലോ പ്രശ്നം. UDF LDF തമ്മിലുള്ളതല്ലേ. ജോസ് കെ മാണി വിഭാഗത്തിന്റെ രാഷ്ട്രീയമായ നേട്ടമോ കോട്ടമോ അത് നമ്മൾ വിലയിരുത്തേണ്ടത് 26-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്. 8 കൊല്ലമായി സംസ്ഥാനത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന വേദനയും ദുഃഖവും വലുതല്ലേ. ഈ ഗവൺമെന്റിന്റെ ആന്റി ഇൻകുബൻസി ഫാക്ടർ തന്നെ വളരെ വലുതല്ലേ. ഭക്ഷണോദ്കരിച്ചും മാനം സംരക്ഷിച്ചും ഈ കേരളത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു നിലപാട് ജനങ്ങൾക്ക് എത്തിയിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സജി മഞ്ഞക്കടമ്പിന്റെ കാര്യത്തിൽ എന്തായാലും കോൺഗ്രസിലേക്ക് UDFന്റെ ഏതെങ്കിലും ഘടകകക്ഷികളിലേക്ക് ഇല്ല എന്ന് തീർത്ത് പറയുന്നുണ്ട്. നമ്മൾ അനുനയ നീക്കം അവസാനിപ്പിച്ചു. അല്ല, ഞങ്ങൾ വേറൊന്നും നോക്കുന്നില്ല. ഞങ്ങളൊരു തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഇതുപോലൊരു ഡെവലപ്മെന്റ് വന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആലോചിക്കാനായിട്ട് പറ്റുക പോലും സാധ്യമല്ല. പിന്നെ പോയിട്ട് അവരുടെ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അവർ ചെയ്തോട്ടെ. പക്ഷേ ഒരു മുന്നണി എന്നുള്ള നിലയിൽ മുന്നണിയുടെ ഘടകകക്ഷിയിലെ ഒരു നേതാവ് ഒരിക്കലും ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോകും എന്ന് ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെയൊന്ന് സംഭവിച്ചു. തെരഞ്ഞെടുപ്പിൽ എല്ലാ ശക്തിയും ഉപയോഗിച്ച് മുന്നോട്ട് പോകും, വമ്പിച്ച വിജയം തേടും. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തുകൊണ്ടാകാം ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായ രാജി വെച്ച് പോയത്? കാരണം പാർട്ടിക്കുള്ളിലെ പ്രശ്നം പാർട്ടിക്കുള്ളിൽ പറഞ്ഞു തീർക്കുന്നില്ല, UDFനുള്ളിൽ പറയുന്നില്ല. എന്തുകൊണ്ടാവാം? ഇനിയിപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ട് കാര്യമില്ല. എല്ലാവരും ഏറ്റവും കൂടുതൽ ഇന്റഗ്രിറ്റിയോടുകൂടി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇതിന്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ മറ്റാരേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി അദ്ദേഹവും മുമ്പിലുണ്ടായിരുന്നതാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ എന്തുകൊണ്ട് പുറകോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച് ഇനി ഞങ്ങളത് തിരക്കുന്നേയില്ല. അത് അതിൻ്റെതായ നിലയിൽ തീരട്ടെ എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അദ്ദേഹത്തിന്റെ ഒപ്പം കുറച്ച് പ്രവർത്തകരെങ്കിലും മാറിപ്പോകുമെന്ന് ധരിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഇലക്ഷനെ ബാധിക്കും. ഐക്യജനാധിപത്യ മുന്നണിയോട് കൂറുള്ള ഒരാൾ പോലും ഈ സന്ദർഭത്തിൽ പുറകിൽ നിന്ന് കുത്താനുണ്ടാവില്ല. എല്ലാവരും ഒരുമിച്ചേ നിൽക്കൂ. കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ നിമിഷത്തിൽ നമുക്ക് വാഗ്വാദങ്ങൾക്കോ വിലപേശലിനോ ഒന്നും പറ്റിയ സമയമല്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കണം, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഒരാൾ പോലും ഈ കാര്യത്തിൽ പിറകിൽ നിന്ന് കുത്തും എന്നൊരു വിശ്വാസമേ എനിക്കില്ല. നിലവിൽ ഇവിടെ പാർട്ടിയുടെ ഒരു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും മാണി വിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എങ്ങനെയാണ് ഒരു കോൺഗ്രസ് എങ്ങനെ വിലയിരുത്തുന്നത്? ഇതിപ്പോൾ മാണി വിഭാഗം ജോസഫ് വിഭാഗം എന്നുള്ളതല്ലല്ലോ പ്രശ്നം. UDF LDF തമ്മിലുള്ളതല്ലേ. ദേശീയ തലത്തിൽ BJP ഇതരരും തമ്മിലുള്ള മത്സരമല്ലേ. അപ്പോൾ ദേശീയ തലത്തിലുള്ള ഒരു കാര്യം എടുത്ത് നോക്കിയാൽ BJP എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ ഞങ്ങൾക്ക് യോജിക്കാൻ സാധ്യമല്ല. അവരെടുക്കുന്ന വർഗീയ പ്രീണനങ്ങളുണ്ട്, അവരെടുക്കുന്ന സമൂഹത്തെ പിളർത്തുന്ന ചില നടപടികളുണ്ട്. ആ നടപടികളുടെ രാജ്യത്തോട് സ്നേഹമുള്ള ഒരാളിനെ എങ്ങനെ യോജിക്കാൻ പറ്റും? അതുകൊണ്ട് ഞങ്ങൾ ആ നടപടിയോട് യോജിക്കുന്നില്ല. അങ്ങനെയൊരു തീരുമാനമെടുക്കുന്നത് നമ്മുടെ ഭരണഘടനയെ പിച്ചി ചിന്തുന്നതിന് തുല്യമാകും. ഭരണഘടനാ നിഷേധമായിരിക്കും അവസാനമായി ഉണ്ടാകുന്നത്. അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുകയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം സംസ്ഥാനത്താണ്. 8 കൊല്ലമായി സംസ്ഥാനത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന വേദനയും ദുഃഖവും വലുതല്ലേ. ഈ ഗവൺമെന്റിന്റെ ആന്റി ഇൻകുബൻസി ഫാക്ടർ തന്നെ വളരെ വലുതല്ലേ. സാധാരണഗതിയിൽ മാടക്കടയിൽ ചെന്നാൽ, ബസ്സിൽ വെച്ച് നമ്മൾ ആളുകളെ കാണുമ്പോൾ, ബസ് സ്റ്റാൻഡിലെത്തിയാൽ സാധാരണക്കാരായ ആളുകൾ, താല്പര്യമില്ലാത്ത, നിക്ഷിപ്ത താല്പര്യമില്ലാത്ത ആളുകൾ യാത്ര ചെയ്ത് ഏത് പ്രദേശത്ത് ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച വന്നാലും ഈ സംസ്ഥാനത്തെ ഗവൺമെന്റിനെ കുറിച്ച് ഗുണകരമായി പറയുന്ന ഒരാളിനെ പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. അവർ ഈ ഗവൺമെന്റ് ചെയ്യുന്ന തെറ്റാണെന്നും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് പ്രോപ്പറായി ഇടപെടുന്നില്ല എന്നും അവലാതിക്കാരാണ്. അതേസമയം ഗവൺമെന്റ് പ്രയോറിറ്റി എന്താ? ഗവൺമെന്റിന്റെ പ്രയോറിറ്റി ഗവൺമെന്റൽ കാര്യങ്ങളല്ല. അതിനേക്കാൾ അപ്പുറത്ത് അവരുടെ പാർട്ടി താല്പര്യങ്ങൾ പരിരക്ഷിക്കുക എന്നുള്ളതാണ്. പാർട്ടി പ്രവർത്തകൻ എങ്ങനെ രക്ഷ കൊടുക്കാം എന്നുള്ളതാണ് വന്നത്. നമ്മൾ കുറച്ച് കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നോക്ക്. സർവകലാശാലകളിൽ നിന്ന് ഡിഗ്രി കിട്ടുന്നത്, പാർട്ടിക്കാരൻ സമ്പാദിച്ചെടുക്കുന്ന ഡിഗ്രി അത് യഥാർത്ഥമാണ് എന്ന് തർക്കിക്കുന്നതിന് വേണ്ടിയല്ലേ
നേതൃത്വം നിൽക്കുന്നത്? അതിൻ്റെ സത്യസ്ഥിതി മനസ്സിലാക്കണ്ടേ? നാട്ടിൽ പരീക്ഷ എഴുതിയിരുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ക്ഷതം ചെറുതാണോ? പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നതിലുള്ള നടപടിയെക്കുറിച്ച് ആലോചിക്കണ്ടേ? ആശുപത്രിയിൽ പോകുന്ന ആളുകൾക്ക് മരുന്ന് കൊടുക്കണം, പരിചരണം കൊടുക്കണം. ഇന്നും ഇന്നലെയുമായി മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താ? നമ്മളുടെ ആരോഗ്യവകുപ്പ് അമ്പേ പരാജയമാണ് എന്നുള്ളതല്ലേ? ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് മാത്രമേ അത് മനസ്സിലാകാത്തുള്ളൂ, അല്ലെങ്കിൽ മന്ത്രിക്ക് ചുറ്റുവട്ടം നിൽക്കുന്ന 3-4 ആളുകൾക്ക്. കേരളത്തിലെ ജനങ്ങളെല്ലാം പൂർണ്ണമായി വിഷമത്തിലാണ്. നിയമസമാധാന രംഗം പാടെ തകർന്നില്ലേ? 2 രൂപത്തിലുള്ള നിയമസമാധാന പാലനമാണ് നടക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി എത്ര തെറ്റ് ചെയ്താലും ശരി, അവരെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നടപടി, അത് നേരെയായാലും വളഞ്ഞായാലും അവർക്ക് രക്ഷ കിട്ടുന്ന രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് നമ്മൾ ഈ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിച്ചുണ്ടാകുന്നുണ്ട്. നീതി നിഷേധത്തിന്റെ വേദനയല്ലേ നമ്മളതിലൊക്കെ കാണുന്നത്? സിദ്ധാർത്ഥന്റെ കാര്യം ഏറ്റവും അവസാനമായി വന്നതാണ്. ആ പാവം കുട്ടിയെ 3 ദിവസമായി തടവിൽ തടഞ്ഞു വെച്ച് ക്രൂരമായി മർദ്ദിച്ച് എന്നിട്ട് മരിക്കുന്നതിന് തുല്യമാക്കി അവരുപേക്ഷിച്ചില്ലേ? മരിച്ചതാണെന്നും തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നും 2 അഭിപ്രായമുണ്ട്. ഈ ഗവൺമെന്റ് എന്താ അതിനെക്കുറിച്ച് പറയുന്നത്? ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ മിനിമം ആ കുടുംബത്തെയെങ്കിലും കൺവിൻസ് ചെയ്യിക്കണ്ടേ? ആ കുടുംബം പറയുന്നത് എന്താ? CBI അന്വേഷണം വേണമെന്ന്. എന്തുകൊണ്ട്? കേരള പോലീസിൽ അവർക്ക് വിശ്വാസമില്ല, ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറാവില്ല, അതിൽ യഥാർത്ഥത്തിൽ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി നീക്കമുണ്ടാകും എന്നവർ ശങ്കിക്കുന്നത് കൊണ്ട് അവരതിനെയെല്ലാം എതിർക്കുകയാണ്. അവർ പറയുന്നു CBI അന്വേഷണം വേണമെന്ന്. അപ്പോൾ കേരളത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, നമ്മുടെ കൺമുമ്പിൽ കാണുന്നതല്ലേ? സ്ത്രീ പീഡന കേസുകളുടെ എണ്ണം കൂടി, പോക്സോ കേസുകളുടെ എണ്ണം കൂടി, നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഭക്ഷണം കഴിച്ചും മാനം സംരക്ഷിച്ചും ഈ കേരളത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു നിലപാട് ജനങ്ങൾക്ക് എത്തിയിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ സജി മണിക്കടമ്പിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഒപ്പം പ്രവർത്തകർ പോയാൽ അത് മുന്നണിക്ക് തിരിച്ചടിയാവും. പ്രവർത്തകർ പോകുന്ന ഒരു പ്രവർത്തകരെ ഇതുവരെ നമ്മൾ പരസ്യമായി കണ്ടില്ലല്ലോ. 3 ദിവസമായില്ലേ അദ്ദേഹത്തിന്റെ മാറ്റങ്ങളും ചാഞ്ചാട്ടങ്ങളും നമ്മൾ കണ്ടു തുടങ്ങിയിട്ട്. പക്ഷേ അതിൻ്റെ ഒരു സൂചന പോലും ഒരു പ്രവർത്തകന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതിൻ്റെ അർത്ഥം പ്രവർത്തകരെ എങ്ങനെ ഇതിനെ എടുക്കുന്നു എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു മുന്നണിയെ പിന്നിൽ നിന്ന് കുത്തുമ്പോൾ ഏതെങ്കിലും പ്രവർത്തകൻ കൂടെ നിൽക്കുമോ? പ്രവർത്തകൻ കൂടെ നിൽക്കില്ല. അവൻ്റെ ഇഷ്യൂ ആണോ ഇത്? അവൻ്റെ പ്രശ്നമല്ല, അത് നാടിൻ്റെ പ്രശ്നമല്ല. വ്യക്തിഗതമായ ഒരു താല്പര്യം ഉയർത്തിക്കാണിച്ച് ആ താല്പര്യത്തിനോടൊപ്പം നിൽക്കുന്നില്ല എന്നുള്ള ആക്ഷേപം പറഞ്ഞ് ഏകപക്ഷീയമായി ഈ മുന്നണി വിട്ടുപോകുകയല്ലേ? അതിനാരാ കൂടെ പോവുക? ആരും കൂടെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ജോസ് കെ മാണി വിഭാഗത്തിന്റെ നേട്ടവും കോട്ടവും നമ്മൾ വിലയിരുത്തേണ്ടത് ഈ സന്ദർഭത്തിലല്ല. ഇലക്ഷൻ കഴിയട്ടെ. ജോസ് കെ മാണി വിഭാഗം 1,00,000-ലധികം വോട്ടുകൾക്ക് ഞങ്ങളെ ശ്രീ VN വാസവനെ തോപ്പിച്ച് ഇവിടെ ജയിച്ച സ്ഥലമല്ലേ? നമുക്കറിയാം ഇപ്രാവശ്യം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അതുകൊണ്ട് ജോസ് കെ മാണി വിഭാഗത്തിന്റെ രാഷ്ട്രീയമായ നേട്ടമോ കോട്ടമോ അത് നമ്മൾ വിലയിരുത്തേണ്ടത് 26-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ? ശ്രീ VN വാസവനുമായിട്ട് ഡയറക്റ്റ് കണ്ടസ്റ്റ് നടത്തിയല്ലേ അദ്ദേഹത്തെ തോൽപ്പിച്ച് ശ്രീ അവിടെ തോമസ് ചാഴികാടൻ ജയിച്ചത്. ഇപ്പോഴെങ്ങനെ വന്നാലും ശരി പാർട്ടി അണികൾക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ മാർക്സിസ്റ്റ് ആണെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടാൻ സാധ്യതയേയില്ല. പിന്നെ എങ്ങനെ വ്യാഖ്യാനം വരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പല രൂപത്തിൽ വ്യാഖ്യാനിക്കും. പക്ഷേ അവിടെ ഇഞ്ച് അവരുമായി പൊരുതി വിജയിച്ച ആ വിജയം അവരുടെ കൂടി സപ്പോർട്ടോടു കൂടി നിലനിർത്തണം എന്നുള്ളതല്ലേ പറയുന്നത്. ഇഞ്ചോടിഞ്ച് പൊരുതിയാണ്, നമ്മളുടെ കൂടെ നിന്നാണ്, അങ്ങനെ ഉണ്ടാക്കിയൊരു വിജയമാണ്. ഇപ്പം അന്ന് എതിർത്ത CPM-ന്റെ സപ്പോർട്ടോടുകൂടി ആ വിജയം നിലനിർത്തണമെന്നുള്ള മോഹമല്ലേ? അത് അതിമോഹമല്ലേ? അത് യഥാർത്ഥത്തിലുള്ള ഒരു കാര്യമാണോ? അധാർമികതയാണെന്ന് ഞാൻ പറയാൻ കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ സാധ്യതകൾ അദ്ദേഹം ഒന്നും വേണ്ട വിധം വിനിയോഗിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന് ഈ സ്ഥാനം വേണ്ട, വീണ്ടും തെരഞ്ഞെടുപ്പ് കിടക്കാം എന്ന് പറയാമായിരുന്നു. ശ്രീ കുഞ്ഞിരാമ പൊതുവാൾ
കേരളത്തിൻ്റെ ഒരു അനുഭവമാണ്. കുഞ്ഞിരാമ പൊതുവാൾ ഉദുമ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു. ഇടതുപക്ഷത്തിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ജയിച്ചത്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സ്ഥാനവും കൊണ്ട് പോരുന്നില്ല, ഞാൻ രാജിവെക്കുകയാണ്, ബൈ ഇലക്ഷൻ നടക്കട്ടെ. അവിടെ ബൈ ഇലക്ഷൻ നടന്നു.